ആദ്യം നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ജനകീയ വിഷയം തന്നെയാണ് അത്. ഈ മനുഷ്യ വന്യജീവി സംഘർഷമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നമുക്കറിയാം ഈ കാട്ടാന ആക്രമണം. അത് പലയിടങ്ങളിലായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിന് ജില്ലാ വ്യത്യാസങ്ങളില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പറയുന്നത് പോലെ വന്യജീവി ആക്രമണങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാട്ടാന ആക്രമണമാണ്. ഒരുപാട് ജീവനുകൾ പൊലിയുന്നു, ഒരുപാട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃഷിനാശം. അതുമൂലം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരുപാട് കർഷകർ കൃഷി തന്നെ ഒഴിവാക്കി പോകുന്ന അവസ്ഥയുമാണ്. എന്താണ് നിലവിലെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്നുകൂടി നോക്കാം. എന്തായാലും ഇതിന്റെ ഒരു സ്ഥിരം കേന്ദ്രമായി, ഇത്തരം മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഒരു സ്ഥിരം കേന്ദ്രമായി മാറുകയാണ് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല എന്ന് പറയേണ്ടി വരും. വനമേഖലയുടെ സമീപ പ്രദേശങ്ങളല്ലാത്ത ഇടങ്ങളിൽ പോലും ഇന്ന് വന്യജീവി സംഘർഷം രൂക്ഷമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്നുകൂടി അറിയുക. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മനഃപൂർവ്വമായ മൗനവും അനാസ്ഥയും ഈ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. കാണാം എറണാകുളം കോതമംഗലത്ത് നിന്നും ലാൽകൃഷ്ണ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. പൊതുവെ ശാന്തമായിരുന്ന എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മലയോര ജനത ഇന്ന് ദിനം പ്രതി വാർത്തകളിൽ ഇടം നേടുന്നത് കാട്ടാനയും കാട്ടുപന്നിയും അടങ്ങുന്ന വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. അതിരില്ലാത്ത കാടിന്റെ മതിലുകൾ മറികടന്ന് കാട്ടാനയും കാട്ടുപൂത്തും കാട്ടുപന്നിയും കര കയ്യേറുകയാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയവർ മുതൽ കരമടയ്ക്കുന്ന കൂരയ്ക്ക് മുറ്റത്ത് നിന്നവർ പോലും കരിയുടെ കലിക്ക് കീഴടങ്ങിയിട്ടുണ്ട്. പ്രതിഷേധങ്ങളെ പാതിയിൽ പണം കൊണ്ട് നിശബ്ദമാക്കി ഭരണകൂടം. ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ഓരോ ജീവൻ പൊലിയുമ്പോഴും ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾ സമാശ്വാസത്തുകയിൽ മാത്രം ഒതുക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അവിടെ നഷ്ടമാകുന്ന നീതിയെക്കുറിച്ച് ആരും സംസാരിക്കാറ് പോലുമില്ല. കാലങ്ങൾക്ക് മുമ്പ് വനഭൂമിയായി ബന്ധമില്ലാത്ത ഇടങ്ങളിൽ പോലും ഇന്ന് വന്യജീവികൾ നിറയുകയാണ്. പരാതികളുമായി എത്തുന്ന പരിസരവാസികളെ വനവൽക്കരണം, വനഭൂമി, വനനിയമം എന്നീ കുരുക്കുകളിൽ തളച്ചിടുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടും സോളാർ ഫെൻസിംഗ് എന്നതിനപ്പുറം വനം വകുപ്പിന് പോംവഴികൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടേയില്ല. അപ്രായോഗികമെന്ന് കാട്ടാനകൾ പോലും തെളിയിച്ച പദ്ധതിക്ക് ഇപ്പോഴും കോടികൾ മുടക്കുന്നുമുണ്ട്. കോട്ടപ്പടിയിലും വേങ്ങൂരും പാണിയേലിയിലും കുട്ടമ്പുഴയിലും നേരിമംഗലത്തും കാട്ടാനകൾ മതിച്ച് മറിച്ച് കടന്നുപോയ സോളാർ വേലികൾ ഇപ്പോഴും സ്മാരകങ്ങളാണ്. 36 കോടിക്ക് മുകളിലാണ് കോട്ടപ്പടി പഞ്ചായത്തിൽ മാത്രം സോളാർ വേലിക്ക് വേണ്ടി ചിലവ്. ഇന്നും കാട്ടാനയല്ല, കാട്ടാനക്കൂട്ടമാണ് ഇവിടെ വിഹരിക്കുന്നത്. മന്ത്രി പറഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥർ കേൾക്കില്ല എന്ന് ജനപ്രതിനിധികൾ തന്നെ പറയുന്നു. ഉപദ്രവകാരിയായ ആന കഴിഞ്ഞ 3 ആഴ്ചയായി കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിൽ വലിയ ശല്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ച് എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടാണ് ഈ ആന ഉണ്ടാക്കിയത്. സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ചാടുക, ആളുകൾ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ഭീഷണിയാവുക, അതോടൊപ്പം തന്നെ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചയായി ഈ 2 പഞ്ചായത്തുകളിൽ. ഇത്തരമായി ഈ ആന എല്ലാ ദിവസവും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും വലിയ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ആ ആവശ്യവുമായി വീണ്ടും വനംവകുപ്പ് മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. തീരുമാനമാവാൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഉണ്ടായത്. തൊട്ടപ്പുറത്തുള്ള കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് പ്രശ്നക്കാരായ ആനകളെ മാറ്റുന്നതിനോ സോളാർ വേലി എന്നതിനു പകരം മറ്റൊരു ഉപാധി കണ്ടെത്തുന്നതിനോ പ്രശ്നബാധിതരായവരുടെ അഭിപ്രായം കേൾക്കുന്നതിനോ ഇവർ ആരും തയ്യാറല്ല. സത്യത്തിൽ താല്പര്യവുമില്ല. കാടിറങ്ങുന്ന ഭീതിയെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. വനവൽക്കരണത്തിൻ്റെ പുറത്ത് നഷ്ടമാകുന്ന നീതിയെക്കുറിച്ചാണ്. കണ്ടിട്ടും കണ്ടില്ല എന്ന ഇന്നാട്ടിലെ അധികാരിവർഗം നടിക്കുന്ന ആ നാട്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച്. ലാൽകൃഷ്ണൻ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.